ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ഓറഞ്ചാണ്, ഒരു മാങ്ങയും എടുത്തിട്ടുണ്ട്, ഒരു ആപ്പിൾ, ഒരു നാരങ്ങ, കുറച്ച് മിൻറ്റ് ലീവ്സ്. ഓറഞ്ചിൻ്റെ കുരുവും അതിൻ്റെ പുറമേയുള്ള പാടയും എല്ലാം കളയണം. അപ്പം ഞാൻ ആപ്പിൾ ഇവിടെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ കുരുവും തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. അതുപോലെ മാങ്ങ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നാരങ്ങയുടെ ജ്യൂസും നമുക്കിതിലേക്ക് ചേർക്കണം. ഫ്രൂട്ട്സ് പഞ്ച് 2 തരത്തിൽ ഉണ്ടാക്കാറുണ്ട്. ലെമൺ ജ്യൂസും പുതിനയിലൊക്കെ ചേർത്ത് അങ്ങനെയും ഉണ്ടാക്കാം. പിന്നെ ഫ്രൂട്ട്സിലേക്ക് ഐസ്ക്രീം ചേർത്തും ഫ്രൂട്ട്സ് പഞ്ച് ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ജ്യൂസ് ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ചൂടത്ത് നമുക്ക് ശരീരം ഒന്ന് തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. മിക്സഡ് ഫ്രൂട്ട് പഞ്ച്. മിക്സഡ് ഫ്രൂട്ട് ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ഈ ജ്യൂസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ അതിന് വേണ്ടി 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ്സിലേക്ക് നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഒരു പ്രത്യേകിച്ചൊരു ഫ്ലേവർ എന്ന് പറയാൻ എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ഫ്ലേവർ വരും. അതുപോലെ മിൻറ്റ് ലീവ്സിൻ്റെയും ലെമണിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ ഒരുമിച്ച് കിട്ടുന്നൊരു ഡ്രിങ്കാണിത്. ഇനി ജ്യൂസ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ആപ്പിളും മാങ്ങയും ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പോംഗ്രനേറ്റും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഈ ജ്യൂസ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി നമുക്കത് പുതിന ലീവ്സൊക്കെ വെച്ച് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ജ്യൂസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ജ്യൂസിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.